ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. അതേ ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതകാലം നമുക്ക് കർത്താവിലുള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്. നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ, നമുക്ക് വഹിക്കാൻ കഴിയാത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുമ്പോൾ നമ്മെ മാർവോടണച്ചിട്ട് സാരമില്ല എന്നോതി ആശ്വാസത്തെ കൈമാറുന്നൊരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് ആകെയുണ്ടായിരുന്ന ഒരു മകനും നഷ്ടപ്പെട്ട് വിധവയായിട്ട് പട്ടണത്തിൽ നിന്ന് തൻ്റെ മകൻ്റെ ശവശരീരവുമായിട്ട് പട്ടണവെളിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മാതാവിനെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. മകൻ്റെ ശവശരീരത്തെ ചുമക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ തന്നോടുകൂടെ പട്ടണത്തിൽ നിന്ന് ചേർന്ന് വരുന്നതായിട്ട് സുവിശേഷങ്ങൾ പറയുന്നു. തൻ്റെ ഹൃദയത്തിലുള്ള വേദനകളെ വിശദീകരിപ്പാൻ, തനിക്കുണ്ടായിരുന്ന നഷ്ടത്തിൻ്റെ ആഘാതത്തെ വിശദീകരിപ്പാൻ, അതിൻ്റെ ഡെപ്തിനെ മനസ്സിലാക്കുവാൻ ഒരു കൂട്ടം ആൾക്കാർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, ഒരു ഭവനത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കൂടെ ഇരുന്ന് കരയുക, വേദന അനുഭവിക്കുന്നവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വാസിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കൈമാറുവാൻ പരിശ്രമിക്കുക. അത് നമുക്ക് മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തിൽ സംഭവിച്ച മരണകാലത്ത് കാണുവാൻ കഴിയും. മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ മരിച്ച സമയത്ത് കരയുവാൻ വേണ്ടി ചില യഹൂദന്മാർ അവരുടെ കൂടെ ഭവനത്തിൽ 3 ദിവസത്തിലധികം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സഹോദരിയുടെ മകൻ്റെ മരണത്തിലും ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഒരു കൂട്ടം യഹൂദന്മാർ അവരുടെ ഭവനത്തിൽ വന്നു ചേരാനിടയായി. അങ്ങനെ ആ വലിയൊരു സമൂഹം ഈ മകൻ്റെ ശവശരീരവുമായിട്ട് അതിനെ അടക്കം ചെയ്യുവാൻ ചുമന്നുകൊണ്ട് പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുകയാണ്. എന്നാൽ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവളുടെ സങ്കടത്തെ മനസ്സിലാക്കി അവളോടുകൂടെ കരയുവാനായിട്ട് കടന്നു വന്ന സകല യഹൂദന്മാരും അവരുടെ നിശ്ചിത സമയമാകുമ്പോൾ അവരുടേതായ ആവശ്യങ്ങൾക്കായിട്ട് അവരുടേതായ ജീവിതത്തിലേക്ക് വേർതിരിയപ്പെടുവാനിടയായിത്തീരും. അല്ലെങ്കിൽ മരണം നടന്ന ഭവനത്തിൽ നിന്ന് തിരിച്ച് അവരുടെ ഭവനത്തിലേക്ക് പോകുവാനിടയായിത്തീരും. തുടർന്ന് ഈ ഉണ്ടായ നഷ്ടത്തിൻ്റെയും ഈ ഉണ്ടായ വേദനയുടെയും ഈ ഉണ്ടായ കഷ്ടപ്പാടിൻ്റെയുമൊക്കെ അനന്തര ഫലം താൻ തനിയെ അനുഭവിക്കേണ്ടി വരുവാനിടയായിത്തീരും. ചില ദിവസങ്ങൾ മാത്രമേ യഹൂദന്മാർ കരയുവാൻ വേണ്ടി ഭവനത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം അവർ അവരുടേതായ ജീവിതത്തിലേക്ക് വേർതിരിയുമ്പോൾ ഈ സഹോദരി പിന്നത്തേതിൽ തന്നെത്താൻ വേദന വഹിച്ച് കരയേണ്ടി വരും. ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും നികത്തുവാൻ കഴിയാത്ത ഭർത്താവിൻ്റെ വേർപാട്, മകൻ്റെ വേർപാട്, അത് ജീവിത അവസാനം വരെ തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും ആ ഭാരം ജീവിത അവസാനം വരെ താൻ തനിയെ ചുമക്കേണ്ടിയും വരും. അവളോടുകൂടെ കരയുന്നവർക്ക് അവളുടെ വിഷമത്തിൽ പങ്കുചേരുവാൻ കഴിയുക എന്നതല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. സുവിശേഷങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ മകൻ്റെ ശവശരീരവും പേറിക്കൊണ്ട് വലിയൊരു സമൂഹം പട്ടണവാതിക്കലിൽ പുറത്തേക്ക് പട്ടണത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ തന്നെ പട്ടണത്തിൻ്റെ പുറത്തു നിന്നും യേശുവിനെ അനുഗമിക്കുന്ന വലിയൊരു സമൂഹവും യേശു കർത്താവും പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മാതാവിനോട് കൂടെ ഉണ്ടായിരുന്ന വലിയൊരു സമൂഹം ദുഃഖത്തിലായിരിക്കുകയാണ്. ഈ മാതാവിനുണ്ടായ നഷ്ടത്തെ ഓർത്ത്, ഇനി ആ കുടുംബം എങ്ങനെ മുൻപോട്ട് പോകുമെന്നോർത്ത്, ഇനി ആ കുടുംബത്തെ ആര് പരിപാലിക്കുമെന്നോർത്ത് പലവിധമായ ദുഃഖത്താലും പലവിധമായ ആശയക്കുഴപ്പത്താലും പലവിധമായ ഭാരത്താലുമായിരിക്കുന്ന വലിയൊരു സമൂഹം. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരണം വഹിച്ചുകൊണ്ട് പട്ടണത്തിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന വലിയൊരു ജനസമൂഹം. നോക്കുക, പട്ടണത്തിൻ്റെ അകത്ത് നിന്നും മരണം നിഴലിടുന്ന വലിയൊരു സമൂഹം, അല്ലെങ്കിൽ മരണം നയിക്കുന്ന വലിയൊരു സമൂഹം പുറത്തേക്ക് വരുമ്പോൾ പട്ടണത്തിൻ്റെ പുറത്തു നിന്നും യേശു കർത്താവിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ മഹത്വത്തെ അനുഗമിക്കുന്ന ഒരു സമൂഹം അകത്തേക്ക് വരികയാണ്. പട്ടണവാതിക്കൽ വെച്ച് 2 കൂട്ടരും കണ്ടുമുട്ടുകയാണ്. മരണം നയിക്കുന്ന വലിയൊരു കൂട്ടവും മഹത്വം നയിക്കുന്ന വലിയൊരു കൂട്ടവും.
ഈ സഹോദരിയോട് കൂടെയുള്ള കൂട്ടത്തിന് മരണത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതെങ്കിൽ യേശു കർത്താവിന് കൂടെയുള്ള കൂട്ടത്തിന് സംസാരിക്കാനുള്ളത് മഹത്വത്തെക്കുറിച്ചാണ്. ഒരു മരണം നിമിത്തം ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന്, ജീവിതത്തിൽ ഇനി എങ്ങനെ അടുത്ത മൂവ് സംഭവിക്കുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലിരിക്കുന്ന ഒരു മാതാവും, നോക്ക്, പുറത്തു നിന്ന് അകത്തേക്ക് വരുന്ന മഹത്വം നയിക്കുന്ന ഒരു കൂട്ടം, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരുന്ന ഒരു കൂട്ടം, അതേ മഹത്വം കടന്നു വന്നപ്പോൾ ജീവിക്കുവാനുള്ള ആശ വർദ്ധിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആശ വർദ്ധിക്കുകയും അതേ മഹത്വകരമായ കർത്താവ് എല്ലാ വിഷയങ്ങളും പരിഹാരം നൽകുമെന്ന് മനസ്സിലാക്കിയ മഹത്വം നയിക്കുന്ന മറ്റൊരു കൂട്ടവും. മഹത്വവും മരണവും പട്ടണവാതിക്കൽ കണ്ടുമുട്ടുകയാണ്. ഒന്നും കൂടെ ഞാൻ ചേർന്ന് പറയട്ടെ, മഹത്വവും മരണവും പട്ടണവാതിക്കൽ കണ്ടുമുട്ടാൻ ഇടയായി തീർന്നു. മഹത്വവും മരണവും നേർക്കുനേരെ വരുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ ജയം സംഭവിക്കുന്നത് മരണത്തിനല്ല, മഹത്വത്തിനാണ്. മരിച്ചു കിടന്നവനെ കർത്താവ് തൊട്ട് മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ ഇടയായി തീർന്നു എന്ന് വചനം പറയുന്നു. അതെ, മരണത്തെ മഹത്വം തൊട്ടപ്പോൾ ജയം സംഭവിച്ചത് മരണത്തിനല്ല, മഹത്വത്തിനാണ്. ഒന്നും കൂടെ, മരണത്തെ മഹത്വം തൊട്ടപ്പോൾ ജയം സംഭവിച്ചത് മരണത്തിനല്ല, മഹത്വത്തിനാണ്. പ്രാരംഭത്തിൽ നാം പാടി തുടങ്ങിയതുപോലെ തന്നെ ഭാരമുള്ളിൽ ഏറിയ സമയം സാരമില്ലെന്നൂതി മാർവോടണയ്ക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ആ പട്ടണവാതിക്കൽ ആ മാതാവ് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. ഇനി ഒരിക്കലും തനിക്കുണ്ടായ നഷ്ടം തിരിച്ചു കിട്ടുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ പട്ടണവാതിക്കൽ വന്നു നിന്ന മാതാവിൻ്റെ ഹൃദയത്തിൽ യാതൊരു പ്രതീക്ഷയും, യാതൊരു പ്രത്യാശയും, യാതൊരു ജീവനുമില്ലാതെ ഇരുന്ന അവളുടെ ജീവിതത്തിന് മഹത്വം തൊട്ട് ജീവൻ കൈമാറാനിടയായി. ഈ പ്രഭാതകാലം ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ മരിച്ച പല വിഷയങ്ങളും ചുമന്നുകൊണ്ടായിരിക്കാം ഇന്ന് ഈ മോർണിംഗിൽ ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. നിന്റെ മരിച്ച വിഷയത്തെ മഹത്വത്തിൻ്റെ കരത്തിലേക്ക് ഒന്ന് കൈമാറാൻ ഈ പ്രഭാതകാലം തയ്യാറാകാമോ? മഹത്വകരമായി നമ്മുടെ വിഷയത്തിന് മറുപടികൾ നൽകുന്നൊരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഒരിക്കലും ഇനിയൊരു ചലനമുണ്ടാകത്തില്ലെന്നും, ഒരിക്കലും ഇനി ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്നും, ഒരിക്കലും ഈ നീറുന്ന വിഷയത്തിന് ഇനിയൊരു പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ച ഒരു മാതാവ്, ആ മാതാവിൻ്റെ വിഷയത്തിന് മേൽ മഹത്വം തൊട്ടപ്പോൾ ആ വിഷയത്തിന് ചലനം സംഭവിക്കാനിടയായി. അതേ, അവളുടെ വിഷയം എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ന് പ്രഭാതകാലം ജീവിതത്തിൽ ഒരിക്കലും ഇനി ജയിക്കുകയില്ല, ജീവിതത്തിന് ഇനി ഒരിക്കലും ഒരു വിധത്തിലും മാറ്റമുണ്ടാകത്തില്ല. എൻ്റെ വിഷയം മരിച്ചുപോയി, എൻ്റെ വിഷയം തീർന്നുപോയി, ഞാൻ നേരിടുന്ന ഈ വിഷയത്തിന് ഇനി പരിഹാരമുണ്ടാകത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദര, ചിന്തിച്ചിരിക്കുന്ന സഹോദരി, മഹത്വം നിന്റെ വിഷയത്തെ തൊട്ടുകഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിന് ചലനമുണ്ടാകും. വിശ്വസിക്കുക. ഇന്ന് പ്രഭാതകാലം മരണത്തെ മഹത്വം തൊട്ടപ്പോൾ മഹത്വം ജയിക്കാനിടയായി തീർന്നെന്ന് വചനത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിന്റെ മരിച്ച വിഷയം ഇന്ന് പ്രഭാതകാലം മഹത്വം തൊടുവാനിടയായിത്തീരും. മഹത്വം തൊട്ടുകഴിഞ്ഞാൽ അത് ചലിക്കാനിടയായിത്തീരും, അത് സംസാരിക്കാനിടയായിത്തീരും. ഈ പ്രഭാതകാലം മഹത്വം വാരിപ്പുണർന്നിരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുക. നിന്റെ വിഷയത്തെ ഇന്ന് പ്രഭാതകാലം സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുന്നു, അത് സംസാരിക്കുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക. മരിച്ച വിഷയത്തോട് ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഇത് ഒരാശ്വാസകരമാകട്ടെ. അതിനായിട്ട് ഈ സന്ദേശത്തെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.